ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അതും ഒരു സീസണിൽ മാത്രമായിട്ട്. കാരണം ഒരു 2 മാസത്തെ സീസണിൽ മാത്രമായിട്ട് 200 കോടിക്ക് മുകളിലാണ് ഓരോ വർഷവും ഇന്ത്യൻ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. കാരണം ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നതെങ്കിലും ഈ ക്യാഷ് പോകുന്നത് ഫുള്ളും കേരള ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ്. ഈ ക്യാഷ് കൊണ്ട് ഒരിക്കലും അവർ ശബരിമല ആവശ്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മളെല്ലാവരും ശബരിമലയ്ക്ക് പോകുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം. കാരണം പമ്പയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ നിലയ്ക്കൽ വണ്ടി നിർത്തിയതിന് ശേഷം പമ്പയിലേക്ക് നമ്മൾ കെ എസ് ആർ ടി സി വിളിച്ച് പോകണം. കെ എസ് ആർ ടി സിയിൽ പോകണം. കെ എസ് ആർ ടി സിയിൽ പോകണമെങ്കിൽ ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. നിങ്ങൾ കൂട്ടിയാൽ മതി. കെ എസ് ആർ ടി സി ഒക്കെ എത്ര അധിക ചാർജ് എടുത്താണ് അവർ പമ്പയിലേക്ക് പോകുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള പല അയ്യപ്പ വിശ്വാസികളും ഒക്കെ പ്രൈവറ്റുമായിട്ടുള്ള പല ആളുകളും ഈ സർവീസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോലും ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. എന്നിട്ട് പോലും നമ്മൾ അവിടെ കൊണ്ടുപോയി ക്യാഷ് ഇടാനൊക്കെ ശ്രമിക്കാറുണ്ട്. കാരണം കാണിക്കയായിട്ട് നമ്മളെല്ലാവരും, നമ്മൾ മാത്രമല്ല തമിഴന്മാരും ആന്ധ്രക്കാരും കർണാടകക്കാരും ഒക്കെ കൊണ്ടുപോയിക്കാണ്ട് കാണിക്കയായിട്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ് ഓരോ വർഷവും അവിടെ കിട്ടുന്നത്. ഈ ലക്ഷങ്ങളും കോടികളും കിട്ടിയിട്ട് പോലും ഈ ക്യാഷ് അവർക്ക് എന്നിട്ട് പോലും ഓരോ സ്വാമിമാരെ കയ്യിൽ നിന്നും പിഴിഞ്ഞെടുക്കുകയാണ് കെ എസ് ആർ ടി സി. 80 രൂപ ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നു. അതും കുറച്ച് കിലോമീറ്റർ മാത്രമായിട്ട് 80 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഈ സർവീസ് അവർ ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും അവർക്ക് നല്ല ലാഭം ഉണ്ടായിരിക്കും. എന്നാൽ പോലും അവരത് ചെയ്യാൻ ചെയ്യുന്നില്ല. എന്നാലും വിശ്വാസികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് പോലും ഈ പെർമിഷൻ കൊടുക്കാതെ ഞങ്ങൾ തന്നെ ചെയ്യും, ഞങ്ങൾക്ക് ഈ ക്യാഷ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഓരോ സ്വാമിമാരും 18 മണിക്കൂർ 24 മണിക്കൂറും 28 മണിക്കൂറും ഒക്കെ ക്യൂ നിന്നിട്ടാണ് ചിലപ്പോൾ ദർശനം കിട്ടുന്നത്. ആ ടൈമിൽ ഒരു തുള്ളി വെള്ളമോ അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും, കുട്ടികളായാലും അവശ്യനായാലും ആരായാലും ഒരു തുള്ളി വെള്ളം കിട്ടാതെ നിന്ന പ്രവണതയും ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് പോലും നമ്മളവിടെ അത്രയും എമൗണ്ട് കൊണ്ടിട്ടിട്ടും നമുക്കൊരു സൗകര്യമോ കാര്യങ്ങളോ ചെയ്യാത്തൊരു ദേവസ്വം ബോർഡാണ് ശബരിമലയുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരിക്കൽ പോലും 1 രൂപ പോലും ദേവസ്വം ക്ഷേത്രത്തിൽ ഇടാൻ ശ്രമിക്കരുത്. കാണിക്കയായിട്ട് 1 രൂപ പോലും ഇടരുത്. ഈ ക്ഷേത്രങ്ങളിൽ ഇടുന്ന കാണിക്കകളെല്ലാം പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ്. അത് എന്നിട്ട് ഗവൺമെൻറ് വേറെ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഗവൺമെൻറ് ദേവസ്വത്തിൻ്റെയോ അമ്പലത്തിൻ്റെയോ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരിക്കലും 1 രൂപ പോലും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് ഇടാൻ ശ്രമിക്കരുത്.